ഇതാ കിടക്കുന്നതേ മാരുതി സുസുക്കിയുടെ ജിംനിയാണ്. ഇന്ന് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന വണ്ടികളിൽ എനിക്ക് വാങ്ങിയാൽ കൊള്ളാമെന്ന ആഗ്രഹമുള്ള വണ്ടി. അതെന്തുകൊണ്ടാണെന്ന് പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഈ കുഞ്ഞാപ്പിക്കിരി വണ്ടി എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടം എന്നുള്ളതല്ലേ പറയാൻ പോണത്. ആദ്യ കാര്യം എന്ന് പറയുന്നത് ഇത് ലിറ്ററലി അൺസ്റ്റോപ്പബിൾ ആണ് എന്നുള്ളതാണ്. ഈയിടെ വാഗമണിൽ പോയപ്പോൾ എനിക്കത് ലിറ്ററലി അനുഭവിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഒരു ജീപ്പുമായിട്ട് ചെറിയൊരു മത്സരത്തിൽ ഞാൻ ആ കയറ്റം കയറിപ്പോയി, അതും സ്റ്റോക്ക് ടയർ വെച്ചിട്ട്. എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടാൻ മെയിൻ കാരണം അത് തന്നെയാണ്. ഈ കുഞ്ഞാപ്പിക്കിരി വണ്ടി എന്ന് പറയുന്നത് തീർത്തും അൺസ്റ്റോപ്പബിൾ ആണ് എന്ന് പറയാവുന്ന വിധത്തിലാണ്. അൺസ്റ്റോപ്പബിൾ ജിംനി. ഓക്കെ, ഇത് ജിംനിയാണ്, ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, 5 ഡോറാണ്. പക്ഷേ ജിംനി ഒരു ഇന്ത്യക്കാരനൊന്നല്ല. ജിംനി എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ദ വേൾഡ് ഗ്ലോബൽ പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്കകത്ത് ചെയ്യാൻ പറ്റാത്ത മോഡിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. സൂപ്പർ ചാർജർ വേണോ, ടർബോ ചാർജർ വേണോ, എന്ത് വേണം ചെയ്യാം. എന്ന് വെച്ചാൽ സ്പ്രിങ്ങുകളാണെങ്കിലും, അതല്ല കോയിൽ ഓവേഴ്സ് ആണെങ്കിലും, ഷോക്ക് അബ്സോർബർ ആണെങ്കിലും, ലിഫ്റ്റ് കിറ്റ് ആണെങ്കിലും, ബ്രാബസിൻ്റെ ഒറിജിനൽ ബ്രാബസ് അല്ല, ഉഡായ്പ് ബ്രാബസ് ആണ്, എന്നാലും ബ്രാബസിൻ്റെ കിറ്റ് ആണെങ്കിലും, ജീവാൻ കൺവേർഷൻ ആണെങ്കിലും എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു വണ്ടിയാണ് ജിംനി എന്നതാണ്. ഇത്രയും മോഡിഫിക്കേഷൻ ഫ്രണ്ട്ലി ആയിട്ടൊരു കുഞ്ഞൻ വണ്ടി വേറെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഗ്ലോബലി നോക്കിയാൽ ഓക്കെ ഇഗ്നീസിൻ്റെ ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാപ്പിക്കിരി വണ്ടിയിൽ 4 വീൽ ഡ്രൈവ് എന്ന് പറയുന്നത് ജിംനിക്ക് മാത്രം അവകാശപ്പെടുന്ന കാര്യമാണ്. അതെനിക്ക് ജിംനി ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണമാണ്. ഇത് ജിംനിയാണല്ലോ ഇന്ത്യയിൽ കിട്ടുന്ന നമ്മുടെ കയ്യിലൊതുങ്ങുന്ന റിയർ വീൽ ഡ്രൈവുകളിലൊന്നെന്ന് പറയാം. സോ ദിസ് ജിംനി ക്യാൻ ഡ്രിഫ്റ്റ്. ഈ വണ്ടിയായിട്ട് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാം. ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോഴേ ശരിക്കും ഒരു ചെറിയ തടസ്സം അതിനകത്തുണ്ട്, ഒരു ഇത്തിരി ടെക്നിക്കലായിട്ട് പറയാം. അതായത് ഇതിന് ESP എന്ന് പറയുന്ന ആ ഒരു സംഗതി എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്യൂട്ടീവാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓടിക്കുമ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് തന്നെ ഒരു 2-3 സെക്കൻഡിലേക്ക് വേണ്ട, ഒരു 20 സെക്കൻഡിനുള്ള തിരിച്ചു വരും. പക്ഷേ ദ തിങ് ഈസ് ജിംനി ക്യാൻ ഡ്രിഫ്റ്റ്. ജിംനി ചെറുതാണോ? അത് കാണുമ്പോഴല്ലേ. ഇതിനകത്തിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. ദിസ് ഈസ് വെരി സ്പേഷ്യസ്. ഡ്രൈവർ സീറ്റ് നേരമാണ്. കാരണം ഞാൻ 5.7 എനിക്ക് എൻ്റെ ആ ഒരു ഇരിപ്പുണ്ടല്ലേ, ഹെഡ് റൂം ആണെങ്കിലും ലെഗ് റൂം ആണെങ്കിലും തൈ സപ്പോർട്ട് ആണെങ്കിലും എല്ലാം ഇനഫാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഫ്രണ്ട് സീറ്റിലെ കാര്യം, ഡ്രൈവർ സീറ്റിലെ കാര്യം. ഈ വണ്ടിയുടെ ഷോർട്ടായിട്ടുള്ള ഫ്രണ്ട് മെമ്പർ, വീലുമായിട്ടുള്ള ഒരു അകലം നോക്കി, കൂടാതെ ഗ്രൗണ്ട് ക്ലിയറൻസ്, അതുമാത്രമല്ല ഇവിടെ കാണുന്ന ഈ ഒരു ഡിപ്പാസർ ആംഗിൾ, ഈ 3 ആംഗിളുകൾ കൊണ്ട് തന്നെ നമുക്ക് ഏത് അല്ലെങ്കിൽ എന്ത് ഒബ്സ്റ്റക്കിൾസിനെയും തരണം ചെയ്യാൻ ഈസിയാണ് എന്നുള്ളത് ജിംനിയുടെ കാര്യമായിട്ട് പറയാം. എനിക്ക് തോന്നുന്നു ഈ ഒരു വലിപ്പത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കുണ്ട്. ഇപ്പോൾ സിറ്റി യൂസിനാണെങ്കിലും പാർക്കിങ്ങിലാണെങ്കിലും എല്ലാം ആ ഒരു ചെറിയ വണ്ടിയാണ്, എന്നാൽ വലിയ വണ്ടിയാണ് എന്നുള്ളതാണ്. ചെറിയ വണ്ടി എന്ന് പറയുമ്പോൾ കാഴ്ചയ്ക്ക്, വലിയ വണ്ടി എന്ന് പറഞ്ഞാൽ പ്രകടനത്തിൽ. അടുത്ത ജിംനിയുടെ ഗുണമെന്ന് പറയുന്നത് ബൂട്ട് സ്പേസാണ്. ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം ബൂട്ട് സ്പേസുള്ള വണ്ടിയാണ് ജിംനി എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റിലേ. ഈ വണ്ടി ഞാൻ മേടിക്കുകയാണെങ്കിൽ എനിക്കിത് ഒരു 2 സീറ്റർ എൻ്റെ കിഡ് സീറ്റാണ്. ഞങ്ങൾക്ക് 3 പേർക്ക് ഈ വണ്ടിയിൽ പോകാനായിട്ട് വളരെ ഈസിയാണെന്നുള്ളതാണ്. എന്തുമാത്രം ലഗേജ് വേണമെങ്കിൽ ഇതിനകത്ത് കൊള്ളും. ഇനി അതല്ലെങ്കിൽ സീറ്റ് തിരിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ മറച്ചിട്ടാൽ മതി. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെയും നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു യൂസബിലിറ്റി എന്ന് പറയുന്നത് ഗുണമാണ്. ഓക്കെ, ഒരു സാധാരണ വീട്ടിലൊരു വാഗണാർ മതി എന്ന് വെച്ചോ, പക്ഷേ ബഡ്ജറ്റ് പ്രശ്നമല്ല, ഒരു ഇത്തിരി കൂടി ക്യാപ്പബിളായിട്ടുള്ള വണ്ടി വാങ്ങിയാലും കൊള്ളാം എന്നുള്ള മൈൻഡിലുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ജിംനി നല്ല ചോയ്സാണ്. വീക്കെൻഡ് ഗെറ്റവേ, അതുപോലെ ഒരു വീക്കെൻഡ് ടോയ്, അങ്ങനെ ഒരു യൂസും സാധാരണ ഡെയിലി യൂസിനും ഈ വണ്ടി മികച്ച ഒരു ചോയ്സാണ്. ജിംനി 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 ജിംനി. ഇനി ജിംനിയെ എൻ്റെ ഫേവറേറ്റ് ആകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എൻജിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനാണ്. ഓക്കെ, എൻജിന് പവർ കുറവാണേ, 103 HP പവറേ ഉള്ളൂ. മോഡിഫൈ ചെയ്ത് വേണമെങ്കിൽ പവർ കൂട്ടാമെന്നുള്ള കാര്യം വേറെ മാറ്റിയെടുത്തുള്ളൂ. പക്ഷേ വെൽ റിഫൈൻഡ് ആയിട്ടുള്ള, വെൽ റിലയബിൾ ആയിട്ടുള്ള സുസുക്കിയുടെ K സീരീസ് എഞ്ചിനാണത്, K15B. അതായത് ഡ്യുവൽ ജെറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല, സാധാരണ എഞ്ചിൻ തന്നെയാണ്. ഇതിൻ്റെ കൂടെയുള്ള ഗിയർ ബോക്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണെന്നുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് 6 സ്പീഡല്ല, ആ ഒരു 4 സ്പീഡ് വിത്ത് ഓവർ ഡ്രൈവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിയുടെ പ്രാക്ടിക്കാലിറ്റി കൂടുന്ന ഗിയർ ബോക്സ് ആണത്. മാനുവൽ ഓക്കെ, മാനുവൽ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ രസമാണ്, മാനുവൽ ഓടിക്കാൻ രസമാണ്, ഫണ്ണാണൊക്കെ ശരിയാണ്. പക്ഷേ ജിംനിയുടെ മാനുവൽ എന്ന് പറയുന്നത് ട്രക്കിലേക്കായതുകൊണ്ട് എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ജിംനിയുടെ ഓട്ടോമാറ്റിക്കാണ്. ഓഫ് റോഡ് ചെയ്യുമ്പോഴും ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നത്. കാരണം ഓഫ് റോഡ് ചെയ്യുമ്പോൾ 4x4 ലോയോ അല്ലെങ്കിൽ 4x4 ഹൈയോ ആക്കിയിട്ട്
ഈ ഒരു ഗിയർ എടുത്ത് ഡ്രൈവിലോ ലോയിലോ സെക്കൻഡിലോ ഇട്ട് അങ്ങ് ഓടിച്ചു പോയാൽ നമുക്ക് ക്ലച്ചിൻ്റെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള കാര്യം ചിന്തിക്കേണ്ട. അതുകൊണ്ട് തന്നെ റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനും ഗിയർ ബോക്സും ഉള്ള ഈ ഒരു ജിംനിയുടെ അടുത്ത ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോമ്പിനേഷൻസ് തന്നെയാണ്. സിൻസ് ഇതൊരു ഓഫ് റോഡ് ടോയ് ഇത് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റായിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട് റിയർ സോളിഡ് ആക്സിലാണ്. ഇപ്പോൾ താറായിട്ടൊരു കമ്പാരിസൺ പറഞ്ഞാൽ താറിൻ്റെ ആ ഒരു ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് സോളിഡാണ്, അതുകൊണ്ട് തന്നെ ആർട്ടിക്കുലേഷനിൽ ആ ഗുണമുണ്ട്. കോയിൽ സ്പ്രിങ്ങുകളാണ് ഗൂർക്കയൊക്കെ പോലെ. പിന്നെ ഒരു കൗതുകം കാണിക്കാം, ഇതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കിയേ കാലിപ്പറിൻ്റെ. സാധാരണ കാറുകൾ കാണുന്ന പോലെ മുന്നിലോ പിന്നിലോ അല്ല, ടോപ്പിലാണ് എന്നുള്ളതാണ്, മുകളിലായിട്ടാണ് കാലിപ്പർ പ്ലേസ് ചെയ്യുന്നത്. ജിംനി ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ പോലെ തന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണമുണ്ട്. അതിലൊരു കാര്യമായിട്ട് ബാക്ക് സീറ്റിൻ്റെ സ്പേസ് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ബാക്ക് സീറ്റ് ഇല്ലാത്ത 3 ഡോർ ജിംനി ഇഷ്ടപ്പെട്ട ആളാണ്. എന്നാലും ഒരു ഫാമിലി വണ്ടിയുടെ റിപ്ലേസ്മെൻറ്റ് നൽകി നോക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. തൈ സപ്പോർട്ടിൻ്റെ കുറവ് ശരിക്കും ഉണ്ട്, പക്ഷേ ലെഗ് റൂം ഹെഡ് റൂം കൂടുതലാണ്. അതൊരു നെഗറ്റീവ് സൈഡ് പറയാം. പിന്നെ സ്റ്റോറേജ് സ്പേസുകളുടെ അഭാവം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ബോട്ടിൽ ഹോൾഡറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഡോറിലില്ല. റുഡിമെൻ്ററി ആയിട്ടൊരു പവറിൻ്റെ സ്വിച്ച് മാത്രമേ കാണുള്ളൂ. അപ്പോൾ തിരിച്ചും 4 സീറ്ററാണ്, 5 സീറ്ററല്ല. സ്പേസിൻ്റെ കാര്യത്തിൽ ശരിക്കും ആ ഒരു ചെറുപ്പം നമുക്ക് ബാക്ക് സീറ്റിൽ തീർത്തും കാണാമെന്നുള്ളതാണ്. മാരുതി ജിംനിയുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്കെന്നല്ല മാർക്കറ്റിൽ എല്ലാവർക്കും തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജി ആയിരുന്നു. എന്ന് വെച്ചാൽ ജിംനി ഇറങ്ങിയപ്പോൾ താറിൻ്റെ കോമ്പറ്റീഷനായിട്ടാണ് കണ്ടത്. ആക്ച്വലി അങ്ങനെ കോമ്പറ്റീഷൻ്റെ ആവശ്യമില്ല. ഇത് 5 ഡോറാണ്, ഇതിൽ കുറച്ചുകൂടി പ്രാക്ടിക്കാലിറ്റി ഉണ്ട്, താറിൻ്റെ ആ ഒരു വലിപ്പമില്ല. ഓക്കെ, എന്നാലും താറിൻ്റെ വൈവിധ്യങ്ങൾ ജിംനിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസിങ് തീർത്തും റോങ് ആയിരുന്നു. ഇപ്പോൾ 1.5 ഡീസൽ, 1.5 പെട്രോൾ, 1.5 പെട്രോളല്ല, 2 വീൽ ഡ്രൈവ് പെട്രോൾ, കൂടാതെ 4 വീൽ ഡ്രൈവ്, 2 വീൽ ഡ്രൈവ് ഡീസൽ, ഓട്ടോമാറ്റിക്, മാനുവൽ, അങ്ങനെ പലവിധമായ വൈവിധ്യങ്ങൾ ജിംനി കിട്ടില്ല. ജിംനിക്ക് ആ ഒരു ഓട്ടോമാറ്റിക് മാനുവൽ 4x4 മാത്രമേ ഉള്ളൂ താറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അങ്ങനെ ആ ഒരു കാര്യം കൊണ്ട് തന്നെ താറിനോട് കിടപിടിക്കാനുള്ള പ്രൈസിങ് കൂടി ജിംനിക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി ഓവർ പ്രൈസ്, ഇത്തിരിയല്ല നല്ലോണം ഓവർ പ്രൈസ് ആയിരുന്നു ജിംനി എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷേ ആ ഒരു കാര്യത്തിൽ കുറച്ച് ഗുണങ്ങളുണ്ട്. കാരണം പലവിധമായ എഡീഷനുകളിൽ, പലവിധമായ ആ ഒരു വേർഷനുകളിൽ ഇപ്പോൾ ജിംനിയുടെ പ്രൈസ് കുറഞ്ഞ വേർഷൻസ് വരുന്നുണ്ട്. പുതിയ വണ്ടി വാങ്ങാൻ നോക്കുന്ന ആൾക്കേ എനിക്ക് തോന്നുന്നു ജിംനിക്ക് എത്തും ചെയ്യാം, എന്നാൽ ജിംനിയുടെ സ്പെഷ്യൽ എഡീഷൻ സ്റ്റിക്കർ പോലുള്ള കാര്യങ്ങൾ കിട്ടും ചെയ്യും. എന്നാൽ വന്ന ആ ഒരു കാലത്തെ പോലെ വിലയും കൊടുക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ എൻജിൻ്റെ ഒരു കാര്യം പോസിറ്റീവായിട്ട് പറഞ്ഞത് മോഡിഫിക്കേഷൻ ഫ്രണ്ട്ലിയാണ്, എന്ത് വേണമെങ്കിൽ കാണിക്കാനുള്ളതാണ്. പക്ഷേ പവർ ഇല്ലായ്മ തീർത്തും ഒരു വീക്ക്നെസ്സാണ് ഈ വണ്ടിയുടെ. അതുപോലെ തന്നെ മറ്റുള്ള വണ്ടികളുടെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു ജിംനിക്കില്ല. ഈ 2 കാര്യങ്ങളും ജിംനിയുടെ കുറവായിട്ട് കാണേണ്ട കാര്യമാണ്. അതൊരു കാര്യമായിട്ട് നെഗറ്റീവ് സൈഡായിട്ട് പറയാം. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ജിംനിയിൽ കുറച്ച് റൂഡിമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. സോർ തമ്പ് പോലെ നിൽക്കുന്ന ഈ ഒരു ഗ്ലാസ് വാഷുന്ന സുന, ഈ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, മാത്രമല്ല ഇവിടെ തീർത്തും റൂഡിമെൻ്ററി ആയിട്ടുള്ള ആ ഒരു ഡീഫോഗറിൻ്റെ ഫിറ്റ്മെൻറ്റ്. ഓക്കെ, ഇതിനൊക്കെ കവറും കാര്യങ്ങളും വാങ്ങാൻ കിട്ടും, എന്നാലും ഈ ഒരു കാര്യത്തിലൊക്കെ പ്രശ്നമാണ് എന്നുള്ളതാണ്. ജിംനി ഒരു പോപ്പുലർ ആയിട്ടുള്ള ഓഫ് റോഡാണ്. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ അണ്ടർപിന്നിങ്ങിലും ഗ്ലോബലി നമുക്ക് ഇന്ത്യയിൽ ജിംനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള റെക്കഗ്നീഷൻ കിട്ടിയിട്ടില്ല തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണെന്നുള്ള കാര്യം പറയാനുള്ള ആ ഒരു പോയിൻ്റൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു പോയിന്റിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു വണ്ടി ഒന്ന് ഓടിച്ചു പോകണം, റോട്ടിലല്ല ഓഫ് റോഡ് ഓടിച്ചു പോകണം. ഇപ്പോൾ നമ്മളൊരു ഓഫ് റോഡിങ് സ്ഥലത്തേക്ക് ഓടിച്ച് പോയിട്ട് സുഖകരമായിട്ട് AC ഒക്കെ ഇട്ട് ഓടിച്ച് പോയിട്ട് അവിടെ പോയിട്ട് തകർത്ത് വാരി ഓഫ് റോഡ് തിരിച്ച് വീട്ടിലെത്തിക്കുന്ന ഒരു കുഞ്ഞൻ വണ്ടിയെന്ന് ജിംനിയെ നിസ്സംശയം പറയാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് ഈ വീഡിയോയുടെ രത്ന ചുരുക്കം. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്കും നന്ദി, നമസ്കാരം.